ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് MEDC. ഇന്നത്തെ ഈ സെഷനിലെ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ 1 നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് അതിൻ്റെ പാർട്ട് 1 ആണ്. നമ്മൾ മോഡ്യൂൾ 1 ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ലോ പാസ്, ഹൈ പാസ്, ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷ്യേറ്റർ, അതിൻ്റെ ഫുൾ ഡിസൈൻ, അത്രയും ടോപ്പിക്സ് ഓൾറെഡി കവേർഡ് ആണ്. അതുപോലെ അനലോഗ് സർക്യൂട്ട്സിൻ്റെ ഓരോ മോഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് അതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ടാണ് ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഓൾറെഡി കവേർഡ് ചെയ്തായിരുന്നു. അതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ പോലത്തുള്ള ലീനിയർ എലമെൻറ്റ്സ് ആയിരുന്നു അതിനകത്തുള്ള മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ക്ലിപ്പേഴ്സ്, ക്ലാമ്പിംഗ് സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് ലീനിയർ എലമെൻറ്റ്സിൻ്റെ കൂടാതെ എന്ത് കാണും? നോൺ ലീനിയർ എലമെൻറ്റ്സ് കൂടെ കാണും. നോൺ ലീനിയർ എലമെൻറ്റ്സും കൂടെ കാണും. ഇപ്പം നോൺ ലീനിയർ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ എക്സെട്രയാണ് നമ്മളുടെ നോൺ ലീനിയർ എലമെൻറ്റ്സ്. ലീനിയർ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ്, കറണ്ട് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ആയിരിക്കും. അതാണ് നമ്മളുടെ ലീനിയർ എലമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ച വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും സെക്കൻഡ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അതിൽ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ ഒക്കെ. അതിൻ്റെ കേസിൽ നോൺ ലീനിയർ എലമെൻറ്റ്സ് കാണത്തില്ല. ഇപ്പോൾ ക്ലിപ്പേഴ്സ്, ക്ലാമ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിളാണ്. അതിൻ്റെ കൂട്ടത്തിൽ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ കൂടെ ആ സർക്യൂട്ടിൽ ഡയോഡ് പോലത്തുള്ള നോൺ ലീനിയർ എലമെൻറ്റ്സും കൂടെ വരും. അതാണ് ഈ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലിപ്പർ സർക്യൂട്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തതിൻ്റെ സർക്യൂട്ടിനാണ് നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് പോയാലും അതൊരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പം ക്ലിപ്പർ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്ലിപ്സ് ഓർ റിമൂവ്സ് സർട്ടൺ പോർഷൻ ഓഫ് ഇൻപുട്ട് വെൻ ഇറ്റ് ഈസ് പാസ് ത്രൂ എ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ക്ലിപ്പർ സർക്യൂട്ട് വിൽ ക്ലിപ്പ് അല്ലെങ്കിൽ റിമൂവ്സ് സർട്ടൺ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് ഫോം വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എ സർക്യൂട്ട്. അതാണ് ക്ലിപ്പർ സർക്യൂട്ട്. അതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് കാണും. റെസിസ്റ്റർ എന്നതിന് എക്സാമ്പിൾ അൺലീനിയർ എലമെന്റ് ആണ്. അതുപോലെ നോൺ ലീനിയർ എലമെന്റ്സ് ലൈക്ക് ഡയോഡ്സ് കൂടെ കാണും, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ, അതുപോലെ നോൺ ലീനിയർ എലമെന്റ്സും കൂടെ കാണും ഇൻ കേസ് ഓഫ് ക്ലിപ്പിംഗ് സർക്യൂട്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ it does not contain energy storage elements like capacitor. It does not contain energy storage elements. ക്ലിപ്പേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ലൈക്ക് കപ്പാസിറ്റർ. അത് കാണത്തില്ല, കപ്പാസിറ്റേഴ്സ് കാണത്തില്ല. അപ്പം അങ്ങനത്തുള്ള സർക്യൂട്ട്സിനെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വേവ് ഫോം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടൺ പോർഷൻസിന് എന്ത് ചെയ്യും? അത് ക്ലിപ്പ് ചെയ്യും. ഓക്കെ, ഈ ഇങ്ങനത്തുള്ള പോർഷൻസിന് അത് ക്ലിപ്പ് ചെയ്ത് കളയും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അപ്പോൾ ആ സർക്യൂട്ട്സിനാണ് ക്ലിപ്പർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് റെസിസ്റ്റേഴ്സ് കാണും, അതുപോലെ നോൺ ലീനിയർ എലമെൻറ്റ്സിലേക്ക് ഡയോഡ്സ് കാണും, ട്രാൻസിസ്റ്റേഴ്സ് കാണും. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എന്താണ് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ലൈക്ക് കപ്പാസിറ്റർ. ഈ ക്ലിപ്പേഴ്സിന് അനദർ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പേഴ്സ് നമ്മൾ സ്ലൈസേഴ്സ് എന്നും പറയും. അനദർ നെയിം ഫോർ ക്ലിപ്പർ സ്ലൈസേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ, ഇതെല്ലാം എന്തിൻ്റെയാണ്? നമ്മളുടെ ക്ലിപ്പറിൻ്റെ അതർ നെയിംസ് ആണ്. സ്ലൈസേഴ്സ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ, അത് ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മൾ ഈ ക്ലിപ്പേഴ്സിനെ ആണെങ്കിൽ അത് ഏത് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ ഇരിക്കുന്നത്, ഇപ്പം നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതനുസരിച്ചിട്ട് ക്ലിപ്പർ സർക്യൂട്ട്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ഇതൊരു ക്ലിപ്പിംഗ് സർക്യൂട്ടാണ്. ഓക്കെ, ഒരു ക്ലിപ്പിംഗ് സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള വേവ് ഫോംസ് ആണ്. ഇപ്പോൾ സൈൻ വേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു സൈൻ വേവ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 കേസസ് ആണ് പറയുന്നത്.
അപ്പോൾ ഒരു സൈൻ വേവ് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മളെ ക്ലിപ്പറിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഓക്കെ, ഇത് ഇൻപുട്ടാണ്, ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്ന ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഫറൻസ് പോയിന്റ് VR കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിങ്ങനെ ഔട്ട്പുട്ട് വന്ന് ഈ റെഫറൻസ് പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അത് കട്ടായി പിന്നെയും ഇങ്ങനെ വന്ന് അടുത്ത് ഈ റെഫറൻസ് പോയിന്റ് വരെ എന്ത് കാണും, അതിൻ്റെ ഔട്ട്പുട്ട് കാണും. ഇങ്ങനെ ഈ റെഫറൻസ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് വീണ്ടും അത് റിമൂവ് ചെയ്യും, പോർഷൻസ് ഇങ്ങനെ പോകാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഡോട്ട് ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്നത് ഇൻപുട്ടും ഡാർക്ക് ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്നത് ഔട്ട്പുട്ടുമാണ്. ഇതിൻ്റെ കേസിൽ എന്താണ്, ഈ അപ്പർ പോർഷൻ എന്തായി, റിമൂവ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്തു. അപ്പർ പോർഷൻ റിമൂവ് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്താ കൊടുത്തത്, ഒരു സൈൻ വേവ് കൊടുത്തപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് കേസിൽ ഒരു റെഫറൻസ് വോൾട്ടേജ് VR-ന് എബോവ് ആയിട്ടുള്ള വേവ് ഫോംസ് കട്ട് അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് പോയി. അപ്പോൾ ഈ ടൈപ്പ് ക്ലിപ്പിംഗ് സർക്യൂട്ടിനാണ് വി കോൾ ഇറ്റ് ആസ് ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ്. ദിസ് ടൈപ്പ് ഓഫ് ക്ലിപ്പിംഗ് ഈസ് കോൾഡ് ആസ് ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ്. ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ് അല്ലേ. സ്പീക്കർ നോക്കി, ഒരു പർട്ടിക്കുലർ റെഫറൻസ് വോൾട്ടേജിന് എബോവ് ആയിട്ടുള്ള വേവ് ഫോമിന് എന്ത് ചെയ്തു, ക്ലിപ്പ് ചെയ്തു. അപ്പോൾ അതിന് വി കോൾ ഇറ്റ് ആസ് ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ്. ഒരു ടൈപ്പ് ക്ലിപ്പർ എന്ന് വെച്ചാൽ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും. അതിൻ്റെ കേസിൽ വെൻ വി അപ്ലൈ എ സൈനസോയിഡൽ ഇൻപുട്ട് ടു എ ക്ലിപ്പർ സർക്യൂട്ട്, പോർഷൻ ഓഫ് വേവ് ഫോം is removed above the reference point. Okay, that type of clipping is called clipping above the reference voltage. And the specialty എന്ന് വെച്ച് കഴിഞ്ഞാൽ portion of waveform is removed ഇങ്ങനെയാണ് above the reference point. നമ്മൾ റെഫറൻസ് പോയിന്റ് എന്താണ്, VR. പോർഷൻ ഓഫ് വേവ് ഫോം എബോവ് ദ റെഫറൻസ് പോയിന്റ് ഈസ് റിമൂവ്ഡ്. ഈ ഡാർക്ക് കാണിച്ചിരിക്കുന്ന T വേഴ്സസ് V ഔട്ട്പുട്ട് ഓഫ് T ആണ്. ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ടർ ലൈൻ ആണ്. അപ്പോൾ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ എബോവ് ദ വേവ് ഫോം ഈസ് റിമൂവ്ഡ് ഫ്രം ദ എബോവ് ദ റെഫറൻസ് പോയിന്റ്. ഇനി സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മളിവിടെ ഒരു റെഫറൻസ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു സൈൻ വേവ് ക്ലിപ്പിംഗ് സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഈ ഒരു ഫോമിലായിരിക്കും. ഈ ഒരു ഫോമിലായിരിക്കും എൻ്റെ വേവ് ഫോം വരുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിലോ ദ റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും ക്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കേസ് എന്താണ്, ബിലോ ദ റെഫറൻസ് വോൾട്ടേജ് ഈസ് ക്ലിപ്ഡ് ഓഫ് അല്ലേ. ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ അല്ലേ. ഇപ്പം നമ്മളൊരു ഡോട്ടർ ലൈൻ സൈൻ വേവ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്കൺ ലൈനിൽ കിട്ടും. അപ്പോൾ അതിനകത്ത് എന്താ വരുന്നത്, ഒരു റെഫറൻസ് വോൾട്ടേജ് VR ഉണ്ട്, അതിൻ്റെ ബിലോ പോർഷൻ എന്തായി, അത് കട്ട് ചെയ്ത് പോയി, ഔട്ട്പുട്ടിൽ വരുന്നില്ല. അപ്പോൾ ഇതിനെയാണ് ബിലോ ദ റെഫറൻസ് വോൾട്ടേജ് ഈസ് ക്ലിപ്ഡ് ഓഫ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് വോൾട്ടേജ്. നെയിം എന്താണ്, ക്ലിപ്പിംഗ് below the reference voltage. Clipping below the reference voltage. The name is clear ആണ്. Clipping below the reference voltage. This is clipping above the reference voltage. ഇനി തേർഡ് കേസ്, നമ്മളിങ്ങനെ ഒരു സൈൻ വേവ് ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. ഒന്ന് VR1 സെക്കൻഡ് VR2 രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു ഫോമിൽ വരും. ഇങ്ങനെ വന്ന് ഔട്ട്പുട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും ആ പോർഷനും കട്ട് ചെയ്ത് ഇനി നെക്സ്റ്റ് ഇവിടെ വരും. ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ പോർഷൻ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു വേവ് ഫോം കിട്ടും. അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും പറഞ്ഞ്, ക്ലിപ്പിംഗ് അറ്റ് 2 ലെവൽസ് ആയിരിക്കും. ഇത് ഏത് കേസാണ്, ക്ലിപ്പിംഗ് അറ്റ് 2 ലെവൽസ്. കാരണം നമുക്ക് രണ്ട് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, VR1 ഉണ്ട്, VR2 ഉണ്ട്. അപ്പം VR1ൻ്റെ മേലോട്ടുള്ളതും ക്ലിപ്പ് ചെയ്ത് പോകും, VR2ൻ്റെ ബിലോ ഉള്ളതും ക്ലിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലിപ്പിംഗ് അറ്റ്
2 ലെവൽസ് എന്ന് പറയും. ഇങ്ങനെയാണ് ക്ലിപ്പേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുവരെയും പറഞ്ഞ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു certain പോർഷൻ ഓഫ് വേവ് ഫോം ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ക്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അതിനകത്ത് വരുന്ന ബേസിക് കമ്പോണൻസ് ഇപ്പോൾ ലീനിയർ എലമെൻസും കാണും, അതുപോലെ നോൺ ലീനിയർ എലമെൻസും കാണും. പക്ഷേ എന്ത് കാണത്തില്ല, എനർജി സ്റ്റോറിങ് എലമെൻറ്റ്സ് ലൈക്ക് കപ്പാസിറ്റേഴ്സ് ഇതിൻ്റെ കേസിൽ കാണത്തില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ സ്ലൈസേഴ്സും അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്ററിനും അതിന് അനദർ നെയിമാണ്. അപ്പോൾ അത് ഔട്ട്പുട്ട് വേവ് ഫോം ക്ലിപ്പറിൻ്റെ കേസിൽ ഈ 3 കേസിൽ വരാം. അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിപ്പിംഗ് എബവ് ദ റെഫറൻസ് വോൾട്ടേജ്, ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് വോൾട്ടേജ്, ക്ലിപ്പിംഗ് അറ്റ് 2 ലെവൽസ്. ഓക്കെ, ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട് ക്ലിപ്പേഴ്സിൻ്റെ. ക്ലിപ്പേഴ്സ് ആർ ഓൾസോ basically classified into 2 types. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഷണ്ട് ക്ലിപ്പർ എന്ന് പറയും, ഷണ്ട് ക്ലിപ്പർ. സെക്കൻഡ് വൺ സീരീസ് ക്ലിപ്പർ. ഇങ്ങനെ രണ്ടായിട്ട് ബ്രോഡ്ലി ക്ലിപ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഷണ്ട് ക്ലിപ്പർ ആൻഡ് സീരീസ് ക്ലിപ്പർ. ഈസി ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതിൽ ഷണ്ട് ക്ലിപ്പറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ്, സെക്കൻഡ് ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് വോൾട്ടേജ്. ഈ ഷണ്ട് ക്ലിപ്പറിന് നമ്മൾ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ് ഇതുപോലെയും, അതുപോലെ ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് വോൾട്ടേജ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിമിലർലി സീരീസ് ക്ലിപ്പറിനെയും ഈ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് വോൾട്ടേജ്, second clipping below the reference voltage. ഇങ്ങനെ രണ്ടായിട്ടും കൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നും നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഡയോഡിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് സീരീസ് ക്ലിപ്പറും അതുപോലെ ഷണ്ട് ക്ലിപ്പറും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ലിപ്പേഴ്സിൻ്റെയും ക്ലാമ്പേഴ്സിൻ്റെയും ഒക്കെ വർക്കിംഗ് പഠിക്കാൻ വേണ്ടി കുറച്ച് ഡയോഡിൻ്റെ ബേസിക്സ് വേണം. ആ ഡയോഡിൻ്റെ ബേസിക്സ് എന്ന് പറയാം. അതറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പേഴ്സിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ വേവ് ഫോമും നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമിന് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ക്ലിപ്പർ ക്ലാമ്പറിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിൻ്റെ ബേസിക്സ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് ഓപ്പറേഷൻ ഓഫ് ഡയോഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഓപ്പറേഷൻസ് ഓഫ് ഡയോഡ്. ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഓഫ് ഡയോഡിന് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്വിച്ചിങ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഡയോഡിൻ്റെ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയോഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മളുടെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡയോഡ് ഏതൊക്കെ കണ്ടീഷനിലാണ് ആ ഓണും ഓഫും ആകുന്നതിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഡയോഡിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 കേസ് വരും. ഒന്ന് ഫോർവേഡ് ബയസ് കണ്ടീഷനും വരും, റിവേഴ്സ് ബയസ് കണ്ടീഷനും വരും. അതിൽ വെൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ് എന്തായിരിക്കും, ഇറ്റ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഡയോഡ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അതുപോലെ എന്തായിരിക്കും, വെൻ ഡയോഡ് ഈസ് റിവേഴ്സ് ബയസ്ഡ് എന്തായിരിക്കും, വെരി ഗുഡ്, ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇതാണ് ഡയോഡിൻ്റെ വർക്കിംഗ് വരുന്നത്. 2 കണ്ടീഷനുണ്ട്. ഒന്ന് ഫോർവേഡ് ബയസ് കണ്ടീഷനുണ്ട്, റിവേഴ്സ് ബയസ് കണ്ടീഷനുണ്ട്. ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ടും റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ടായിട്ട് നമ്മൾ ആക്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഡയോഡ് ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഇങ്ങനൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും ഡയോഡ്. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ,
ഇനി രണ്ട് ടൈപ്പ് ഡയോഡ് വെച്ചിട്ടുള്ള ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് വരും. ഒന്ന് ഐഡിയൽ ഡയോഡ്, അതുപോലെ പ്രാക്ടിക്കൽ ഡയോഡ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കൊണ്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമ്മൾ പറയാൻ പോകുന്നത് ഐഡിയൽ ഡയോഡ് അതുപോലെ സെക്കൻഡ് പ്രാക്ടിക്കൽ ഡയോഡ്. ഐഡിയൽ ഡയോഡ് ആൻഡ് പ്രാക്ടിക്കൽ ഡയോഡ്. ഇപ്പോൾ ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട്സിൽ ഇപ്പം ഷൺ ക്ലിപ്പർ അല്ലെങ്കിൽ സീരീസ് ക്ലിപ്പർ ഇങ്ങനത്തുള്ള ക്ലിപ്പേഴ്സ് നമുക്ക് ഐഡിയൽ കേസ് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും ഉണ്ട്, അതുപോലെ പ്രാക്ടിക്കൽ ഡയോഡ് വെച്ചിട്ടുള്ള കേസും ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കട്ട് ഇൻ വോൾട്ടേജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി ഗാമയാണ്. അത് ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ വി ഗാമ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് നമ്മളുടെ ഫോർവേഡ് റെസിസ്റ്റൻസ്, ഡയോഡ് ഓഫർ ചെയ്യുന്ന ഫോർവേഡ് റെസിസ്റ്റൻസ് R∪F എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ത് വെച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? R=∞ ആയിരിക്കും. ഇത്രയാണ് നമ്മളുടെ ഐഡിയൽ ഡയോഡിന്റെ കേസിൽ വരുന്ന പാരാമീറ്റേഴ്സ്. ഒന്ന് കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ട്, അത് ഐഡിയൽ ഡയോഡിന്റെ കേസിൽ 0 ആണ്. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് RF കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ കേസിൽ ഫോർവേഡ് റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഫോർവേഡ് ബയസിൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അതുപോലെ റിവേഴ്സ് ബയാസ്ഡ് R എന്ന് പറയും. അത് റിവേഴ്സ് ബയാസ്ഡിൽ അത് ഓഫർ ചെയ്യുന്ന ഒരു ഐഡിയൽ ഡയോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വെച്ചാൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സിമിലർലി പ്രാക്ടിക്കൽ ഡയോഡിന്റെ കേസിൽ എന്താണ്? നമ്മളെ കട്ട് ഇൻ വോൾട്ടേജ് വി ഗാമ ഈക്വൽ ടു എന്തായിരിക്കും? രണ്ട് രീതി വരാം അല്ലേ? ഒന്ന് സിലിക്കൺ വരാം, അതുപോലെ ജെർമേനിയം വരാം. അപ്പം 0.2 ഓർ 0.3 ഇൻ കേസ് ഓഫ് എന്താണ്? ജെർമേനിയവും. കട്ട് ഇൻ വോൾട്ടേജ് 0.6 ഓർ 0.7 വോൾട്ട് ഇൻ കേസ് ഓഫ് സിലിക്കൺ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡയോഡിന്റെ ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞിട്ടാണ്. ജെർമനിയുടെ കേസിൽ 0.2 അല്ലെങ്കിൽ 0.3 വോൾട്ട് ആയിരിക്കും. അതുപോലെ സിലിക്കണിന്റെ കേസിൽ 0.6 ഓർ 0.7 വോൾട്ട് ആയിരിക്കും. ഇനി സെക്കൻഡ് എന്തായിരിക്കും? ഈ പ്രാക്ടിക്കൽ ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ദ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് പ്രാക്ടിക്കൽ ഡയോഡ് ഈസ് എന്തായിരിക്കും? ഓർഡർ ഓഫ് ഓംസ് ആയിരിക്കും. ഓമിക് റേഞ്ചിലായിരിക്കും ഫോർവേഡ് റെസിസ്റ്റൻസ്. നമ്മളുടെ ഐഡിയലിന്റെ കേസിൽ 0 ആയിരുന്നു ഫോർവേഡ് റെസിസ്റ്റൻസ്, ഇതിന്റെ കേസിൽ ഓമിക് റേഞ്ചിലായിരിക്കും വരുന്നത്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും? റിവേഴ്സ് റെസിസ്റ്റൻസ് ഈസ് ഓഫ് ദ ഓർഡർ എന്തായിരിക്കും? നമ്മൾ ഐഡിയലിന്റെ കേസിൽ ഇൻഫിനിറ്റി ആയിരുന്നു, ഇതിന്റെ കേസിൽ മെഗോം റേഞ്ചിലായിരിക്കും എന്ത് വരുന്നത്? റിവേഴ്സ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഈ നമ്മളുടെ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് റെസിസ്റ്ററും ഡയോഡും വരുത്തുള്ളൂ. അപ്പോൾ ഡയോഡിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വിത്ത് വേവ് ഫോം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ അതിനകത്ത് ട്രാൻസ്ഫർ ക്യാരി ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് റെസിസ്റ്റർ കാണും ലീനിയർ എലമെൻ്റ് ആയിട്ട്, അതുപോലെ നോൺ ലീനിയർ എലമെൻ്റ് ആയിട്ട് ഡയോഡ്സ് കാണും. അപ്പോൾ ഡയോഡിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡയോഡിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് ഈസിയാണ്. ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഷോർട്ട് സർക്യൂട്ടായിട്ടും അതുപോലെ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അത് രണ്ട് ടൈപ്പ് ഡയോഡ്സ് വരാം. ഒന്ന് ഐഡിയൽ കേസ് ഡയോഡ് വരാം, പ്രാക്ടിക്കൽ കേസ് ഡയോഡ് വരാം. ഐഡിയൽ ഡയോഡിന്റെ കേസിൽ കട്ട് ഇൻ വോൾട്ടേജ് 0 ആണ്, ഫോർവേഡ് റെസിസ്റ്റൻസ് 0 ആണ്, റിവേഴ്സ് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അതുപോലെ പ്രാക്ടിക്കൽ ഡയോഡ് വരുമ്പോഴത്തേക്ക് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് സിലിക്കൺ ജെർമനി അനുസരിച്ചിട്ട് വേരി ചെയ്യും. അതുപോലെ അതിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓമിക് റേഞ്ച് ആണ്, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മെഗോം റേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഇക്വലന്റും കൂടെ വരയ്ക്കാം. അതായത് ഇപ്പം നമ്മൾ ഐഡിയൽ ഡയോഡ് നമുക്കറിയാം PN ജംഗ്ഷൻ ആണ്. ദിസ് ഈസ് P, ദിസ് ഈസ് N. അപ്പോൾ അത് നമ്മൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും ഫോർവേഡ് ബയസിൽ. അതുപോലെ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ എന്തായിരിക്കും? അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ഒരു ഐഡിയൽ ഡയോഡ്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ഡയോഡ് വരുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽ ഡയോഡിൻ്റെ കേസിൽ
ഇങ്ങനെയുള്ള പി എൻ ജംഗ്ഷൻ തന്നെ വരുന്നത്. ദിസ് ഈസ് പി, ദിസ് ഈസ് പി, ദിസ് ഈസ് എൻ. ഇനി അതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനൊരു വോൾട്ടേജ് സോഴ്സ് കാണും, അതുപോലെ ഒരു റെഫറൻസ് ഫോർവേഡ് റെസിസ്റ്റൻസ് കാണും. ഇതാണ് നമ്മളുടെ വി ഗാമ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആർ എഫ് ഉണ്ട്, ഫോർവേഡ് റെസിസ്റ്റൻസ്. ദിസ് ഈസ് പ്ലസ് മൈനസ്. ഓക്കെ, ഇത് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ഇക്വലൻ്റ് വരുന്നത്. ഒരു കട്ടിൻ വോൾട്ടേജിൻ്റെ കാണും. കട്ടിൻ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0.3ഉം 0.7ഉം സിലിക്കൺ ജെർമേനിയത്തെ കേസിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിൽ ഐഡിയൽ ഡയോഡ് വരയ്ക്കുന്ന കേസിൽ നമ്മൾ പ്രാക്ടിക്കൽ ഡയോഡിൻ്റെ കേസിൽ വി ഗാമയും ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് കൂടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോ ചെയ്യുന്നത്. കാരണം അതിൻ്റെ കേസിൽ എന്താണ്, ഫോർവേഡ് റെസിസ്റ്റൻസ് ഒരു ഓമിക് റേഞ്ചിലുണ്ട്. ഇതിൻ്റെ ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ ആ റെഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു പ്രാക്ടിക്കൽ ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ വരുന്നത്. അതുപോലെ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ എങ്ങനെ ആയിരിക്കും, അത് ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഓപ്പൺ ആണെങ്കിൽ എന്തുണ്ട്, നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. എന്താണ്, റിവേഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്. മെഗാ ഓം റേഞ്ചിൽ ഒരു റിവേഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ ഓപ്പൺ ആയിരിക്കും വിത്ത് റിവേഴ്സ് റെസിസ്റ്റൻസ് ആർ എന്ന് കാണും. അപ്പോൾ ഇതാണ് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് വരുന്നത്. ഫോർവേഡ് ബയസ് കണ്ടീഷനിലും റിവേഴ്സ് ബയസ് കണ്ടീഷനിലും ഇത് ജസ്റ്റ് ഷോർട്ട് ഓപ്പണുമാണ്. ഇതിൻ്റെ കേസിൽ വി ഗാമയും സീരീസ് വിത്ത് ഫോർവേഡ് റെസിസ്റ്റൻസും, റിവേഴ്സ് ബയസിൻ്റെ കണ്ടീഷനിൽ ഓപ്പൺ വിത്ത് റിവേഴ്സ് റെസിസ്റ്റൻസും ഉണ്ട്. നമുക്കറിയാം, നമ്മൾ അതിൻ്റെ ക്യാരയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്യാരയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് വി ഐ ക്യാര വരുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽ ഡയോഡിൻ്റെ കേസ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വന്ന് കട്ടിൻ വോൾട്ടേജ് ഓക്കെ ഈ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇത് 0.3 ഇൻ കേസ് ഓഫ് എന്തായിരിക്കും, ജെർമേനിയം. അതുപോലെ ഇത് 0.7 വോൾട്ട് ഇൻ കേസ് ഓഫ് സിലിക്കൺ ആണ്. അപ്പോൾ ഇത്രയും വോൾട്ടേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പ്രാക്ടിക്കൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് വരുന്നത്. ഈ ഡിഫറൻസ് അറിയിക്കുന്നതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസിനാണെങ്കിൽ ഐഡിയൽ ഡയോഡ് വെച്ചിട്ടുള്ള ചോദിക്കാം, പ്രാക്ടിക്കൽ ഡയോഡ് വെച്ചിട്ടുള്ള ചോദിക്കാം. അപ്പോൾ ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഡയോഡ് വരുന്ന കേസിൽ നമ്മൾ അതിൻ്റെ കേസിൽ ആർ എഫും ആർ ആറും അതുപോലെ ഈ കട്ടിൻ വോൾട്ടേജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് ഇന്നത്തെ സെഷനിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. നമ്മളുടെ ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് അല്ലെങ്കിൽ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ പാർട്ട് 1 ആണ്, ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിപ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതെങ്കിലും ഒരു ക്ലിപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കണം. അതുപോലെ ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ വരുത്തുള്ളൂ, റെസിസ്റ്റൻസും അതുപോലെ നമ്മൾ ഡയോഡ്സ് വരുത്തുള്ളൂ. പിന്നെ അതിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ മൂന്നാമത് അതിൻ്റെ വേവ് ഫോം വരയ്ക്കണം, വേവ് ഫോംസ് വരയ്ക്കണം. അതുപോലെ ലാസ്റ്റ് ട്രാൻസ്ഫർ ക്യാര ഉണ്ട്, ട്രാൻസ്ഫർ ക്യാര ഇൻപുട്ട് ഔട്ട്പുട്ട് വരുന്ന റിലേഷൻ വരുന്ന ട്രാൻസ്ഫർ ക്യാര. ഇത്രയാണ് ഓരോ സർക്യൂട്ട്സിൻ്റെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ബേസിക്സ് ഡയോഡിൻ്റെ ഓപ്പറേഷനും അതുപോലെ ഐഡിയലിലും പ്രാക്ടിക്കലും എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്സ് നമുക്ക് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ S4EC സ്റ്റുഡൻസിൻ്റെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ, ഇതിൻ്റെ എല്ലാം വീഡിയോസ് എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് അപ്ലോഡ് ആണ്. ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു. ബിടെക് മെഡിസി.